ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ആവർത്തന ഗുണനം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന പാഠഭാഗത്തിലെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എടുക്കുന്നത്. പേജ് നമ്പർ 113-ലും 114-ലും അതിനെ തുടർന്ന് 115-ൽ കുറച്ച് ഹോംവർക്കുകളുണ്ട്. അതും കൂടെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ ചെയ്യാവുന്നതാണ്. പിന്നെ അതെന്താണെന്നൊന്ന് വിശദമാക്കണമല്ലോ. അപ്പോൾ 1-2 കണക്കുകളിലൂടെ വിശദമാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹോംവർക്കിലേക്ക് കയറാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഞാനും റെഡിയാണ്. എങ്കിൽ നമുക്ക് തുടങ്ങാം. പവേഴ്സ് ഓഫ് ഫ്രാക്ഷൻസ്, ഭിന്നകൃതികളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും വരുന്നത്. ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. വശങ്ങളുടെ നീളം 4 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 4 meters? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആദ്യം എൻ്റെ വശത്തിൻ്റെ നീളം, സൈഡ് വശത്തിൻ്റെ നീളം എന്ന് എഴുതാം. സൈഡ് വശം എത്രയാണ് വരുന്നത്? 4 meter ആണ് വരുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? ഏരിയ ഓഫ് ദ സ്ക്വയർ അല്ലേ? അപ്പം ഏരിയ, ഞാൻ ഏരിയ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഏരിയ പരപ്പളവ് കാണാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ അറിയാം. സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണിക്കണം വശം. അപ്പം നമുക്കിവിടെ 4 ഗുണിക്കണം 4 സമം 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 16 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇവിടെ മീറ്റർ ആയതുകൊണ്ട് ഇവിടെ മീറ്റർ വന്നു. എങ്കിൽ എൻ്റെ എനിക്കൊരു സംശയം, ഇതിൻ്റെ അളവ് 1/4 മീറ്റർ ആയാൽ 1/4 മീറ്റർ ആയാൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? അപ്പം നമുക്കിവിടെ ഒന്ന് മാറ്റണം. അതായത് വശങ്ങളുടെ നീളം 1/4 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 1/4 meters? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് സൈഡ് എത്രയാണ് വരിക? 1/4 മീറ്റർ ആണ് വരിക അല്ലേ? അപ്പം ഏരിയ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കൂ, വശം ഗുണിക്കണം വശം, അതായത് 1/4 ക്വാർട്ടർ ഓൾ സ്ക്വയർ ആണ്. ഇവിടെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈ 2 ബാധകമാണ്. അതുകൊണ്ടാണ് ഓൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 സ്ക്വയർ ബൈ 4 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഗുണിക്കണം 1/4 ഗുണിക്കണം 4. അപ്പം എത്രയാണ് കിട്ടുക? 1/16. പക്ഷെ ഇങ്ങനെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ സ്ക്വയർ മീറ്റർ എഴുതുക, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഏരിയ അതിൻ്റെ യൂണിറ്റ് എഴുതുമ്പം സ്ക്വയർ മീറ്റർ, അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. മീറ്ററും ഇവിടെ 2 മീറ്റർ വരുന്നതുകൊണ്ടാണ് മീറ്റർ സ്ക്വയർ എന്ന് വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. അതായത് വശങ്ങളുടെ നീളം x ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ദ ഏരിയ ഓഫ് എ സ്ക്വയർ വിത്ത് സൈഡ്സ് ഓഫ് ലെങ്ത് x ഈസ്. നമുക്കറിയാം സൈഡ് എന്താണ് വരുന്നത്? x ആണ്. അപ്പം അതിൻ്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചു. എക്സ് ഗുണിക്കണം എക്സ് എന്തായിരിക്കും? എക്സ് സ്ക്വയർ ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. വശങ്ങളുടെ നീളം 1/2 മീറ്റർ ആയ സമചതുര കട്ടയുടെ വ്യാപ്തം എത്രയാണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് ലെങ്ത് ഓഫ് എഡ്ജസ് 1/2 meter? അപ്പം നമുക്ക് എഴുതാം സൈഡ്, അതായത് ലെങ്ത് ഓഫ് എ സൈഡ്, ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 1/2 മീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്കതിൻ്റെ വോളിയം ഓഫ് എ ക്യൂബ്, അതായത് സമചതുര കട്ടയുടെ വ്യാപ്തം നിങ്ങൾ വിശദമാക്കി എഴുതിക്കോളാം. അപ്പം നമുക്ക് എഴുതാം എങ്ങനെയാണ് വോളിയം കാണുന്നത്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. സമചതുര കട്ടയായതുകൊണ്ട് നമുക്കെല്ലാം തുല്യമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് എഴുതാം 1/2 ഓൾ ക്യൂബാണ് വരുന്നത്. 3 പ്രാവശ്യം 1/2 എഴുതി ഗുണിക്കണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ ഇങ്ങനെ ഇട്ടാൽ മാർക്ക് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1 ക്യൂബ് ബൈ 2 ക്യൂബ്, അതായത് 1 ഗുണിക്കണം 1 ഗുണിക്കണം 1/2
2 ഗുണിക്കണം 2 ഗുണിക്കണം 2. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക? 1/1. എത്ര പ്രാവശ്യം 10,000 പ്രാവശ്യം എഴുതി ഗുണിച്ചാലും എന്ത് തന്നെ കിട്ടുള്ളൂ? 1 തന്നെ കിട്ടുള്ളൂ. പിന്നെ 2 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ പല കുട്ടികളുടെയും വരുന്ന തെറ്റ് അവിടെ 2 3 6 എന്ന് എഴുതി വെക്കും. അതല്ല, 2 ഇങ്ങനെ വീണ്ടും ഗുണിച്ചാണ് പോകുന്നത്, മടങ്ങായിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ? അപ്പൊ ഈ 2 4 2 എത്രയാണ്? 8. ഇത്രയും പോരാ, ഇവിടെ ഒക്കെ മീറ്റർ ഉണ്ട്. ഇവിടെ 1/2 മീറ്റർ നമുക്കറിയാം, 1/2 മീറ്റർ എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ 1 മീറ്റർ വരും, 3 മീറ്റർ വരും. അപ്പൊ നമുക്ക് 1/8 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘനമീറ്റർ എന്നാണ് ഉത്തരം വരുന്നത്, ആൻസർ വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു സംശയം, നമ്മളിവിടെ അരയിട്ടല്ലേ ചെയ്തത്? നമുക്കത് 1/2 ഭിന്നസംഖ്യാരൂപത്തിലാണ് ചെയ്തത്. നമുക്ക് ദശാംശ രൂപത്തിലാക്കിയാലോ, ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയാലോ? അതും കൂടി ഒന്ന് നോക്കാം അല്ലേ. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ നമ്മൾ പഠിച്ചതാണ്, അതിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. 1/2 മീറ്റർ എന്നുള്ളടത്ത് 0.5 മാറ്റുകയാണ് ചെയ്തത്. ഞാൻ ഇനി ചോദ്യമൊന്നും വായിക്കണ്ടല്ലോ, നിങ്ങൾ വായിച്ചാൽ മതി കൃത്യമായിട്ട്. നമുക്കറിയാം ഇവിടെ സൈഡ് എത്രയാണ് വരുന്നത്? 0.5 മീറ്റർ ആണ് വരുന്നത്. നേരത്തെ ഭിന്നസംഖ്യാരൂപമായിരുന്നു, ഇപ്പൊ ദശാംശ രൂപം, ഡെസിമൽ ഫോം. അപ്പൊ അതിന്റെ വോളിയം കാണാൻ എന്ത് ചെയ്യണം? 0.5 ഓൾ ക്യൂബ് അല്ലെങ്കിൽ 0.5 ഇനി നമുക്ക് എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കണം? 0.5 ഗുണിക്കണം 0.5 ഗുണിക്കണം 0.5. ഇവിടെയൊക്കെ മീറ്ററും വരും കേട്ടോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കറിയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ദശാംശ സ്ഥാനം അങ്ങോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഖ്യ 5 ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കണക്കിൽ ചെയ്തിട്ടുണ്ട്. 5 5 25, 25 5 125 ആണ് വരിക. ഞാനിവിടെ 125 എഴുതി. എന്നിട്ട് എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അപ്പം 1 1 2 1 3 സ്ഥാനം. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങൾ ഉണ്ടാവണം. അതായത് വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് ഇവിടെ 1 2 3. ഇനി നമുക്ക് എന്ത് ഇടാം? പോയിന്റ് ഇടാം. വേണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനമില്ല എന്ന് കാണിക്കാൻ അവിടെ ഒരു 0 ഇടാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? മീറ്റർ ക്യൂബ് എന്ന് എഴുതിയാൽ മതി. അപ്പം ഇവിടെ ഒരു സ്ഥാനമാണുള്ളത്, അത് 3 പ്രാവശ്യം വരുമ്പോൾ 3 സ്ഥാനം. ഈ മറ്റൊരു രസകരമായ വസ്തുത കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ പറയാം. 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 സ്ക്വയർ ആണ്, അതിൻ്റെ ആൻസർ വരുന്നത് 4 ആണ്. ഇനി നോക്കൂ, 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 2 3 പ്രാവശ്യമാണ്. 2⁻3 അത് കൃത്യംഗം 3 ആണ്. 2 3 പ്രാവശ്യം എഴുതി ഗുണിച്ചു, നമുക്ക് കിട്ടും 4 ഗുണിക്കണം 2 8. അടുത്ത നോക്കുക, 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. ഇവിടെ 8 ഉണ്ട്, പിന്നെ ഒരു 2ഉം കൂടിയാണ് വന്നത്. അപ്പം 8 × 2 16. അപ്പം 2⁻4 എന്ന് പറയുന്നത് 16. ഇവിടെയൊക്കെ 2 മടങ്ങായിട്ട് വികസിക്കുകയാണ് ചെയ്യുന്നത്. 2 മടങ്ങായി അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇവിടെ ഒന്ന് നോക്കൂ, 1/2 ഓൾ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം 1² = 1/4 ആണ് വരുന്നത്. നോക്കൂ, 2-1 ചുരുങ്ങി. അരയുടെ അര, 2-1 എന്ന് പറഞ്ഞാൽ 4. അടുത്ത നോക്കൂ, 1/2 × 1/2 × 1/2 എന്ന് പറഞ്ഞാൽ വീണ്ടും, അതായത് 1³ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഓൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പം എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1/8 ആണ്. വീണ്ടും 2-1 ചുരുങ്ങി. അടുത്ത നോക്കൂ, 1/2 × 1/2 × 1/2 × 1/2 സമം 1/2 all raised to 4.
1/4/2/4 സമം 1/16 വരുന്നത്. ഇവിടെയൊക്കെ 2 മടങ്ങായി വികസിക്കുമ്പോൾ ഇവിടെ 2-1 ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെച്ചോളാം. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾ ചോദിക്കും, ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ? അവിടെ പേജ് നമ്പർ 115 പറയുന്നുണ്ട്, വി നോട്ട് ദാറ്റ് ദ പവേഴ്സ് ഓഫ് ടു കീപ് ഓൺ ഇൻക്രീസിങ്. അടുത്തതോ, വൈൽ ദ പവേഴ്സ് ഓഫ് 1/2 കീപ് ഓൺ ഡിക്രീസിങ്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചാൽ മതി. എന്നാൽ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, 115 ഹോംവർക്കിലേക്ക് കയറാം. ഓക്കെ, ചോദ്യം ഞാനൊന്ന് വായിക്കാം. കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ ആസ് ഫ്രാക്ഷൻസ്. ചുവടെ പറയുന്ന കൃതികൾ ഭിന്നസംഖ്യകളായി കണക്കാക്കുക. നമുക്ക് നോക്കാം. 2/3 ഹോൾ സ്ക്വയർ. നമുക്കറിയാം എന്ത് ചെയ്യണം, 2/3 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. അതായത് 2 സ്ക്വയർ ബൈ 3 സ്ക്വയർ ആണ്. 2 × 2 ബൈ 3 × 3 സമം 4/9 നമുക്ക് കിട്ടുന്നത്. ആൻസറായി, അതിൻ്റെ വില കിട്ടി നമുക്ക്. അടുത്ത നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് മിശ്ര ഭിന്നാണ്, മിക്സ് ഫ്രാക്ഷനാണ്. പൂർണ്ണസംഖ്യയുണ്ട്, നാച്ചുറൽ നമ്പറും ഉണ്ട്, ഫ്രാക്ഷനും ഉണ്ട് അല്ലേ, സാധാരണ ഒരു ഭിന്നസംഖ്യയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ ചേഞ്ച് ദ ഫ്രാക്ഷൻ ഫോം മാറ്റണം. അതായത് 1 2 2 1 3/2 3/2 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഇത് മാറ്റിയിട്ടേ കണക്ക് ചെയ്യാവുള്ളൂ. ലാസ്റ്റ് വീണ്ടും ഈ ഫോമിലേക്ക് തന്നെ മാറ്റുകയും ചെയ്യാം. അപ്പം നമുക്കറിയാം 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ, 3 ഗുണിക്കണം 3/2 ഗുണിക്കണം 2. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 3 3 9 9/4. അപ്പം ഇങ്ങനെ കിടന്നാൽ ഒരു രസമില്ല. നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറ്റിയിടാം. ഇത് സാരി ഉടുത്താണ് വന്നത്, നമ്മൾ ചുരിദാറിലേക്ക് മാറ്റി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ചുരിദാറായിട്ടാണ് കിട്ടിയേക്കുന്നത്, സാരിയിലേക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കറിയാം 9 4 എത്ര പ്രാവശ്യം പോവും, 2 പ്രാവശ്യം മുഴുവനായിട്ട് പോവും. 4 8 ബാക്കി റിമൈൻഡർ 1 ആണ്. ആ 1 ആണ് ന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത്രയുമാണ് വരുന്നത്. ഓക്കെ ആയല്ലോ. അടുത്തത് നമുക്ക് നോക്കാം. ഇത് ഫ്രാക്ഷൻ ഫോം തന്നെയാണ്. അപ്പോൾ 2/3/5/3. ഇവിടെ നമുക്ക് 2 3 പ്രാവശ്യം എഴുതി ഗുണിക്കണം ബൈ 5 3 പ്രാവശ്യം എഴുതി നമ്മളങ്ങോട്ട് ഗുണിക്കാം. ഇവിടെ നമുക്കറിയാം 8 ആണ്. ഇവിടെ 5 5 25 5 125 ആണ്. 125 ഇവിടെ എഴുതി, നമ്മുടെ ആൻസർ കിട്ടി. ഇതിൻ്റെ വില 8/125. ഇനി അടുത്തത് വീണ്ടും നമ്മുടെ സാരിയിലേക്ക് വന്നു അല്ലേ. അതായത് മിക്സ് ഫ്രാക്ഷൻ വന്നു. ഈ 2 4 1 5/2 ഓൾ റേസ് ടു 3. അപ്പം ഇവിടെ നമുക്ക് എഴുതാം 5³ / 2 5 ഗുണിക്കണം 5 ഗുണിക്കണം 5/2 ഗുണിക്കണം 2 ഗുണിക്കണം 2. 5 5 25 5 125/8. ഇപ്പം കൂട്ടുകാർ പറയുന്നുണ്ടാവും, ടീച്ചറെ ഇതാണ് മുകളിൽ ചെയ്തത്. ശരിയാണ്, പക്ഷെ ഇവിടെ ന്യൂമറേറ്റർ 8 ആയിരുന്നു, ഡിനോമിനേറ്റർ 125, അംശം 8 ഛേദം 125. ഇവിടെ നേരെ തലതിരിഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ പറ്റില്ല, മാറ്റി എഴുതാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 125നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. ടീച്ചർക്ക് പിന്നെ കറക്റ്റ് അറിയാം, ഇവിടെ ഛേദം ഡിനോമിനേറ്റർ 8 ആണ്. 8നെ 10 കൊണ്ട് ഗുണിച്ചാൽ 80 മനസ്സിലായില്ലേ, 10 കൊണ്ട് 80. അപ്പോൾ 10ൻ്റെ പകുതി എടുക്കുക 5. അപ്പോൾ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, 40 കിട്ടും. 80 40 120. അതായത് 15 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 120. ബാക്കി റിമൈൻഡർ 5 ആണ്. 5ൽ 8 പോവില്ല, അതുകൊണ്ട് അതങ്ങനെ തന്നെ വന്നു. 15ഉം 5/8 ആണ് വരുന്നത്. ഇപ്പോൾ ഓക്കെ ആയില്ലേ. നല്ല രസമാണ്, മനസ്സിലാക്കിയാൽ വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ ഇൻ ഡെസിമൽ ഫോം.
അതായത് ചുവടെ പറയുന്ന കൃതികൾ ദശാംശ രൂപത്തിൽ കണക്കാക്കുക. ഡെസിമൽ ഫോമിലാണ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0.5 ഹോൾ സ്ക്വയർ. അതായത് ഈ 0-നും ബാധകമാണ് 2, 5-നും ബാധകമാണ് 2. പിന്നെ 0 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും 0 തന്നെ വരുള്ളൂ. 0-ൻ്റെ കൃതികൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0. 1-ൻ്റെ ആണെങ്കിൽ 1 തന്നെയാണ് വരിക. അത് നമുക്കറിയാം. എന്നാലും നമുക്കിവിടെ ചെയ്ത് നോക്കാം. 0.5 ഹോൾ സ്ക്വയർ ആണ്. 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. 0.5 ഗുണിക്കണം 0.5. നമ്മൾ നേരത്തെ പറഞ്ഞു ദശാംശ സ്ഥാനമൊക്കെ അങ്ങ് മാറ്റി വെക്കുക. 5 5 25 ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അതായത് ഇവിടെ ഒരു സ്ഥാനം 2 പ്രാവശ്യം, അപ്പം 2 ദശാംശ സ്ഥാനം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1 2 പോയിൻ്റ് ഇട്ടു 0 ഇട്ടു. നമുക്ക് ആൻസറായി. അടുത്ത നോക്കാം. ഇവിടെ 1.5 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 1.5 ഗുണിക്കണം 1.5. 15 ഗുണിക്കണം 15 എത്രയാണെന്ന് നമുക്ക് കാണാം. എനിക്കത് ബൈ ഹാർട്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, 15-നെ 15 കൊണ്ട് എഴുതി ഗുണിക്കുക. അപ്പം നമുക്ക് കിട്ടും 225 കിട്ടുന്നത്. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 1, ആകെ 2 ദശാംശ സ്ഥാനങ്ങൾ. അപ്പോൾ 1 2 മാറ്റി പോയിന്റ് ഇട്ടു. 2.25 നമുക്ക് കിട്ടുന്നത്. ഇനി ഇങ്ങനെ ഒരേ സംഖ്യ 5-ൽ അവസാനിക്കുന്ന സംഖ്യകൾ എളുപ്പ വഴിയിൽ ഗുണിക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 15 സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ 1-ൻ്റെ നെക്സ്റ്റ് നമ്പർ എടുക്കുക. 1-ൻ്റെ അടുത്ത സംഖ്യ 2 ആണ്. അപ്പോൾ ഈ ഒരു 2 ഇത് തമ്മിൽ ഗുണിക്കുക. നമുക്ക് 2 കിട്ടി. 5-നെ 5 കൊണ്ട് ഗുണിച്ചാൽ എന്തേ ഉള്ളൂ? 25 കിട്ടുക. നമുക്ക് 225. ജസ്റ്റ് വേറെ ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് നോക്കാം. 35 സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ, അതിൻ്റെ 2ാം കൃതിയാണ് കാണേണ്ടതെങ്കിൽ 3-ൻ്റെ തൊട്ടടുത്ത സംഖ്യ, അതായത് 35-നെ 35 കൊണ്ട് ഗുണിക്കേണ്ടി വരുമ്പോൾ 3-ൻ്റെ 5 ഒഴിവാക്കിയത് സംഖ്യ 3 ആണ്. 3-ൻ്റെ തൊട്ടടുത്ത സംഖ്യ 4. 3 4 12 എഴുതി വെക്കുക. 5-നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 25 കിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യുക, കഷ്ടപ്പെട്ട് ഇതുപോലെ കുറച്ച് സംഖ്യകൾ എടുത്തിട്ട് എഴുതി ഗുണിക്കുക. ടീച്ചർ പറഞ്ഞ ആ ട്രിക്കിലും ഗുണിക്കുക. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇവിടെ 0.1 ഹോൾ ക്യൂബാണ്. നമുക്ക് 0.1 ഗുണിക്കണം 0.1 ഗുണിക്കണം 0.1. 1 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും 1 കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കറക്റ്റായിട്ട് വരണം. ഇവിടെ ഒരു സ്ഥാനം, പക്ഷെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കണം. അപ്പം 3 സ്ഥാനം വരും. അപ്പം ഇവിടെ നോക്കാം, പോയിന്റ് കഴിഞ്ഞിട്ട് 0.01 വരുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു 0 ഇടാട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇവിടെ 0 ഉള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത്? ഇവിടെ ഒരു 0 അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് 0.01 ഗുണിക്കണം 0.01 ഗുണിക്കണം 0.01 സമം. ഇവിടെ നോക്കുക, ഇവിടെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദശാംശ സ്ഥാനം കിട്ടും. ഇവിടെ 2 ദശാംശ സ്ഥാനം 3 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 23 6 ദശാംശ സ്ഥാനം വരും. നോക്കൂ, ഇവിടെ 2 2 2 2 6 സ്ഥാനം വന്നു. അപ്പോൾ നമുക്ക് ആകെ ഇവിടെ കിടക്കുന്നത് 1 ഇനി 2 3 4 5 ആകെ 6 സ്ഥാനമായി. പോയിന്റ് ഇട്ടു 0 ഇട്ടു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളാം. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് എളുപ്പമെന്ന് തോന്നും എങ്കിലും ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കുടുക്കും വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. ഈ പേജിലെ ലാസ്റ്റ് ചോദ്യം, യൂസിങ് 15 ക്യൂബ് ഈസ് ഈക്വൽ ടു 3375. കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ. അതായത് 15 ക്യൂബ് എന്ന് പറയുന്നത് 3375. ഇതുപയോഗിച്ച് ചുവടെയുള്ള കൃതികൾ കണക്കാക്കുക. എപ്പോഴും എക്സാമിന് വരുന്നതാണ്. വളരെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇവിടെ നോക്കുക, നമുക്കിവിടെയൊക്കെ പോയിൻ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 15 വരുന്നത്. നമുക്ക് എഴുതി ഗുണിക്കേണ്ട, വെറും ആ പോയിൻ്റ് ഒന്ന് മാറ്റിയിട്ടാൽ മതി. ഇത്രയും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങളൊക്കെ തെറ്റിച്ചു വെക്കും.
അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. 15 ക്യൂബ് 3375. ഇവിടെ നമുക്ക് 3375 ആദ്യം അങ്ങോട്ട് എഴുതി വെക്കാം. അതെന്തായാലും വരും. ഇവിടെ 15 ക്യൂബ് എല്ലാത്തിലും ക്യൂബാണ് കേട്ടോ. അപ്പോൾ 3375 എല്ലാത്തിലും വരും. ഇനി ഇവിടെ ഒരു സ്ഥാനമാണുള്ളത്. ഇവിടെ 3 പ്രാവശ്യം വന്നു. അപ്പം 3 സ്ഥാനമാണ് വരിക. അപ്പം 1 2 3 3.375 വരുന്നത്. അടുത്ത നോക്കാം. ഞാൻ 3375 ഇവിടെ എഴുതി വെച്ചു. ഞാൻ മാറ്റി എഴുതി വെക്കുന്നതിന് കാരണമുണ്ട്. ദശാംശ സ്ഥാനം കൂടുതൽ ചേർക്കേണ്ടി വരുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്. അപ്പം ഇവിടെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കണം അല്ലേ? 2 സ്ഥാനം വെച്ച് 3 പ്രാവശ്യം എഴുതുമ്പോഴും വരും. അപ്പം 6 സ്ഥാനം വരും. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ 2 4 ഇനി 6 എണ്ണം വേണം. ഇപ്പം 5 ആയി 6 ആയി. എന്നിട്ട് പോയിന്റ് ഇട്ടു 0 ഇട്ടു. 0.003375. ഓക്കെ ആണല്ലോ. അടുത്തതും നമുക്ക് 3375 ഞാൻ എഴുതി വെച്ചു. ഇനി ഇവിടെ 3 ദശാംശ സ്ഥാനം 3 പ്രാവശ്യം വരുമ്പോൾ 3 3 9 സ്ഥാനമാണ് വരിക. അപ്പം ഇവിടെ നമുക്കുള്ളത് 1 2 3 4 എണ്ണം ഉള്ളൂ. ഇനി 5 സ്ഥാനം ഉണ്ടാക്കണം. അപ്പം 5 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുക 0 0 0 0 0 എന്നിട്ട് പോയിന്റ് ഇട്ടിട്ട് ഈ ഒറ്റയുടെ സ്ഥാനത്ത് 0 കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് ആൻസറായി. ഓക്കെ ആണല്ലോ. ഈ രീതിയിലാണ് ഇത് ചെയ്യുക. ഇനി ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. 0.015 ഗുണിക്കണം 0.015 ഗുണിക്കണം 0.015. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് നോക്കൂ. ഇവിടെ 3 ദശാംശ സ്ഥാനം, ഇവിടെ 3 3 3 6, ഇവിടെ 3 6 6 3 9 സ്ഥാനം വരും. 3315 0 ഇത് ദശാംശ സ്ഥാനം ഒഴിവാക്കിയാൽ 15 ആണെന്ന് നമുക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഉറപ്പാണ്. നിങ്ങൾക്ക് USN പ്രതീക്ഷിക്കാം. അതുകൂടാതെ നിങ്ങളുടെ ടേം എക്സാം വരുമ്പോഴും ഇതെന്തായാലും ഉണ്ടാവും. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഉണ്ട് ഇത് നമുക്ക് കൃത്യമായി പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ഒത്തിരി നേരം നിങ്ങൾക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ് മൊബൈലിൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വൃത്തിയിൽ കണ്ട് ഒക്കെ പഠിച്ചോളാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാൻ മറക്കണ്ട കേട്ടോ. ഒരു കമൻറ്റൊക്കെ ഇട്ടാൽ എനിക്കൊരു സന്തോഷമാവും. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.